സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പൊള്ളൽ പിടിക്കാനായിട്ട് വന്നതാണ്. പൊള്ളലിൻ്റെ വലയാണ്. ഇപ്പോൾ സീസണൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നല്ല മഴയൊക്കെ ആയതുകൊണ്ട് സീസണുണ്ട്. ഇഷ്ടംപോലെ പൊള്ളൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് പൊള്ളൽ വലയും കൊണ്ട് വന്നതാണ് പൊള്ളൽ പിടിക്കാനായിട്ട്. അപ്പോൾ വല വലിക്കാൻ തുടങ്ങി. വലയിടുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. രാത്രിയാണ്. ഞാൻ ഫോൺ ഉപയോഗിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. രാത്രി എടുക്കുന്ന വീഡിയോസൊന്നും അത്ര ക്ലിയർ കിട്ടുന്നില്ല. അതുകൊണ്ട് വലയിടുന്നത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. വല വലിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ മീൻ കിട്ടുന്നൊന്ന് നോക്കാം. ഇഷ്ടംപോലെ മീൻ കിട്ടുന്നുണ്ട് പണിക്ക് പോയവർക്ക്. അതുകൊണ്ട് ഞങ്ങളും കൂടി പണിക്ക് വന്നതാണെന്ന്. കടലൊക്കെ നല്ല ശാന്തമാണെന്ന്. സാധാരണ നല്ല കാറ്റൊക്കെ ഉണ്ടായിരിക്കും ഈ സമയത്തൊക്കെ. ഇപ്പോൾ കടൽ നല്ല ശാന്തമാണ്. കായൽ പോലെ കിടക്കുന്നുണ്ട്. കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഇപ്പോൾ പുള്ളി ബൈജു വല വലിക്കുന്നുണ്ട്. വീഡിയോ കാണുന്നവർക്കറിയാം, ആൾ ഫുള്ള് ഈ ജേഴ്സി ഇട്ടിട്ടേ കടലിൽ വരത്തുള്ളൂ. റൊണാൾഡോയുടെ വലിയൊരു ഫാനാണ്. ഇപ്പോൾ ഒരു മീൻ വന്നിട്ടുണ്ട്. ഇത് നമ്മളിവിടെ പൊള്ളലെന്ന് പറയും. ഒരുപാട് പേര് കുട്ടിച്ചൂര എന്നാണ് പറയണത്. ചൂരയുടെ ചെറുതാണ്. അപ്പോൾ ഒരു മീൻ ആദ്യം വന്നിട്ടുണ്ട്. കുറച്ച് ദിവസം കൊണ്ട് ഞാൻ വീഡിയോസൊന്നും ചെയ്യുന്നില്ല. കാരണം ഞാൻ പണിക്ക് സുഖമില്ലാതെ കിടപ്പായിരുന്നു വീട്ടിൽ. ഇപ്പോൾ പണിക്ക് ഇറങ്ങിയതേ ഉള്ളൂ. അതാ വീഡിയോസ് ചെയ്യുന്നത്. ഇത് ഏതാണ്ട് ഒരു 2-3 കിലോമീറ്റർ വല നീളമുണ്ട് ഈ വലയെ. ഇപ്പോൾ വലിച്ചു. ഇപ്പോൾ ഇത്ര മീനായിട്ടുണ്ട്. കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വല കയറുമ്പോഴേക്കും കുറേ ആവും. എന്തായാലും 1000 മീൻ കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ ഒരു വല വലിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കെട്ടി വെച്ചു. ഇനി ഒരു ഇതും കൂടി ഉണ്ട്. അതും കൂടി വലിച്ച് കഴിയുമ്പോഴേക്കും കരയിലോട്ട് പോകും. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, വിഴിഞ്ഞത്തിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. വിഴിഞ്ഞത്തിൽ നിന്നാണ് മീൻ പിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറയണതാണ്. അപ്പോൾ ഇതെൻ്റെ വള്ളമാണ്. അപ്പോൾ ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഏതാണ്ട് ഒരു 800ഓളം ആയിട്ടുണ്ട്. വല കയറുമ്പോഴേക്കും 1000 തികയും. നമുക്ക് ഈ മീനിനെ കൊണ്ട് കരയിൽ ചെന്ന് കച്ചവടം അടിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ജോലി കഴിഞ്ഞു. അപ്പോൾ ചാനൽ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.